ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. കുഞ്ഞേച്ചിക്കെതിരെ വലിയൊരു ഗൂഢാലോചനയും അവിടെ ഇപ്പൊ നടക്കുന്നുണ്ട്. എന്തോ ജോലി സംബന്ധിച്ച, ഒന്നുകിൽ ഒരു ട്രാൻസ്ഫർ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും. അതവര് പ്ലാൻ ചെയ്തിട്ടുണ്ട്. ആ പ്ലാനിങ് വിജയിക്കുകയും ചെയ്തു. പ്രതിയെ പിടിക്കുന്നതിനിടയിൽ ജീവൻ ആപത്ത് വരുമെന്ന് തോന്നുവാണെങ്കിൽ ഒരു അസിസ്റ്റന്റ് സിറ്റി പോലീസ് കമ്മീഷണർക്ക് റിവോൾവർ ഉപയോഗിക്കാതെ അറിയാലോ. ചുട്ടുകളെ ഞാൻ അവനെ. എന്റെ അടുത്ത് അത് ഞാൻ കളിക്കാൻ വന്നാ. ചിറ്റപ്പാ, അത് അറ്റകൈ പ്രയോഗമല്ലേ. അതിനു മുമ്പ് നമുക്ക് അവനെ സറണ്ടർ ചെയ്യിപ്പിക്കണം. എന്നിട്ടിവിടെ തെളിയാതെ കിടക്കുന്ന സ്പിരിറ്റ് കേസുകളെല്ലാം ചാരായം വാറ്റിയതടക്കം അവന്റെ തലയിലേക്ക് വെച്ചു കൊടുക്കണം. ഇനി മുതൽ നാട്ടുകാരവനെ സ്പിരിറ്റ് വിഷ്ണു എന്ന് വിളിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിക്കണം. ഭർത്താവ് സ്പിരിറ്റ് വിഷ്ണുവായി അകത്തു പോയാ കളക്ടർ അഭിമാനം ഓർത്ത് ഒന്നുകിൽ രാജിവെക്കും, ഇല്ലെങ്കിൽ ട്രാൻസ്ഫർ വാങ്ങി ഏതെങ്കിലും അന്യ സംസ്ഥാനത്തേക്ക് പറക്കും, ഇല്ലെങ്കിൽ പറപ്പിക്കും നമ്മള്. നമ്മളപ്പോ ഇവിടെ നമ്മുടെ മദ്യസമ്പത്തുമായി പുതിയ രീതിയിൽ നമ്മുടെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നു. അങ്ങനെ ഇവിടെ പുതിയ മദ്യരാജാക്കന്മാർ പിറവിയെടുക്കും. തെറ്റി. രാജാക്കന്മാര് മാത്രമല്ല, ഒരു റാണിയും. അല്ല, അപ്പൊ പിന്നെ ഞാനോ? എടാ, നീയല്ലേ ഞങ്ങളെ നടത്തിപ്പുകാരൻ, എല്ലാത്തിന്റെയും അധികാരി. മരം മുറ്റത്തേക്ക് ചാഞ്ഞ ഏതാ കുഴപ്പം. ഇലകൾ ഇങ്ങനെ വീണോണ്ടിരിക്കും. ഓ, തൂത്ത് ഒതുക്കുന്നതിന്റെ ഇരട്ടിയാ വീണോണ്ടിരിക്കുന്നത്. പിള്ളേരോ? ഇതെന്താ ഇന്ന് നേരത്തെ വിട്ടോ? ശാരദാമ്മേ, ശാരദാമ്മേ. പപ്പിമോളിങ്ങി പോന്നോ? ഞാനിനി അങ്ങോട്ട് പോകുന്നില്ല ശാരദാമ്മേ. പോകുന്നില്ലെന്നോ? പപ്പിയുടെ അച്ഛൻ അവിടെ വലിയ ബഹളമാ ശാരദാമ്മേ. ശ്യാമാന്റിയെ തല്ലാനൊക്കെ ചെന്നു. പപ്പിക്ക് അവിടെ നിൽക്കാൻ പേടിയാന്നാ പറയുന്നേ. അതൊക്കെ ശരി തന്നെ. പക്ഷെ പപ്പി ഇങ്ങോട്ട് പോരുന്ന കാര്യം അവിടെ ആരോടെങ്കിലും പറഞ്ഞോ നിങ്ങള്? പപ്പിയെ കാണാതെ അമ്മ അവിടെ തിരക്കി നടക്കില്ലേ? അത് ഇവിടെ വന്നിട്ട് ശാരദാമ്മയെ കൊണ്ട് വിളിച്ച് പറയിപ്പിക്കാന്ന് വെച്ചിട്ടാ. വേഗം വിളിച്ചു പറഞ്ഞോ, ഇനി അതിന്റെ പേരിൽ പുലിവാലുണ്ടാവണ്ട. വാ പപ്പി. ഈ കുട്ടികള്. ഹലോ മോളെ, നീ എവിടെയാ? അമ്മേ, ഞാൻ പപ്പിയെ വിളിക്കാൻ സ്കൂളിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. എന്നാ പോണ്ട. അതെ, അവരിവിടെ വീട്ടിലുണ്ട്. വീട്ടിലോ? അവളെങ്ങനെ അവിടെ വന്നേ? കാര്യങ്ങളൊക്കെ വന്നിട്ട് പറയാം, നീ ഇങ്ങ് വന്നേ. എന്നാ ശരിയമ്മേ, ഞാൻ അങ്ങോട്ട് വരാം. ചേട്ടാ, സ്ട്രെയിറ്റ് പോയിട്ട് ലെഫ്റ്റ് പോണേ. ശാലിനിയോ? ശരി. ഇതെന്താ മോളെ ഓട്ടോയില്? വിഷ്ണുട്ടൻ പെട്ടുപോയ ആ സ്പിരിറ്റ് പ്രശ്നം വലിയ ഇഷ്യൂ ആയിരിക്കാമേ. എന്നോട് ലീവ് എടുത്ത് കുറച്ചു ദിവസം മാറി നിൽക്കാൻ പറഞ്ഞിരിക്കുക. എല്ലാം കുഴപ്പങ്ങളാണല്ലോ മോളെ. ഇത് മോളുടെ ജോലിയെ ബാധിക്കൊന്നുമില്ലല്ലോ? ബാധിച്ചല്ലോ, അതുകൊണ്ടല്ലേ മാറി നിൽക്കാൻ പറഞ്ഞത്. ശത്രുക്കൾ നമുക്കെതിരെ നന്നായി കളിക്കുന്നുണ്ട് മോളെ. രോഹിത് അവിടെ ഭയങ്കര ബഹളം ഉണ്ടാക്കിയെന്നും പറഞ്ഞ് പപ്പി സത്യക്കൊപ്പം ദേ ഇങ്ങോട്ടാ പോകുന്നത്. അയ്യോ, എന്നിട്ട് ശ്യാമയെ വിളിച്ച് ഞാൻ ഇങ്ങോട്ട് വരാൻ പറഞ്ഞു. രോഹിതിനെ ഇങ്ങനെ വിട്ടാ പറ്റില്ല മോളെ. അവനെ നിയന്ത്രിക്കുന്നത് മുഴുവൻ ഇപ്പം സുസ്മിതയാ. അവളുടെ കയ്യില് കീ കൊടുക്കുന്നൊരു പാവയാ രോഹിത്. അവള് പറയുന്നതിനനുസരിച്ച് അവൻ ഈ ബഹളം മുഴുവൻ ഉണ്ടാക്കുന്ന. അവൾക്ക് സപ്പോർട്ടായിട്ട് ചന്ദ്രബോസും ഉപേന്ദ്രനും ഒക്കെ കൂടെ നിൽക്കുന്നുണ്ട്.
എന്ത് ചെയ്യാനും അവൾക്ക് ഒരു മടിയുമില്ല. ആ ഒന്ന് വെയിറ്റ് ചെയ്യണേ. എന്ത് പണിയമ്മ ഈ പപ്പി കാണിക്കുന്നേ? ഒരു വാക്ക് പോലും പറയാതല്ലേ അവൾ ഇങ്ങോട്ട് പോകുന്നത്. അമ്മ ഇപ്പൊ വിളിച്ചില്ലായിരുന്നെങ്കിൽ ഞാനിപ്പോ അവിടെയെല്ലാം തിരക്കി നടക്കില്ലായിരുന്നോ? അവൾക്ക് അവിടെ നിൽക്കാൻ പേടിയാണെന്നാ ശ്യാമ പറയുന്നേ. അങ്ങനെ പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? കാര്യം അയാളുടെ മനസ്സ് മുഴുവനും പകയാ എന്ന് വെച്ച് ഞാൻ മാറി നിന്നാ അയാളും ആ സുസ്മിതയും കൂടി ഇതിലും വലിയ ചതികൾ അവിടെ ചെയ്യും. അതിന് കൂട്ടായിട്ട് ഉപേന്ദ്രനും ചന്ദ്രബോസും ഉണ്ട് അവിടെ. കുഞ്ഞേച്ചിക്കെതിരെ വലിയൊരു ഗൂഢാലോചനയും അവിടെ ഇപ്പൊ നടക്കുന്നുണ്ട്. എന്തോ ജോലി സംബന്ധിച്ച ഒന്നുകിൽ ഒരു ട്രാൻസ്ഫർ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും അതവര് പ്ലാൻ ചെയ്തിട്ടുണ്ട്. ആ പ്ലാനിങ് വിജയിക്കുകയും ചെയ്തു. ഞാനിപ്പോ നിർബന്ധിത ലീവില്ല. ഭർത്താവിന്റെ സ്പിരിറ്റ് കടത്തലിൽ കളക്ടർക്ക് പങ്കുള്ളതായി ആരോപണം വന്നൂന്ന്. മുഖം രക്ഷിക്കാനായി കുറച്ചു ദിവസത്തേക്ക് കളക്ടർ ലീവിൽ പോണോന്ന് റവന്യൂ മന്ത്രിയുടെ തീരുമാനം. അത് നടപ്പിലാക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണല്ലോ. ഈ തിരിച്ചടികൾക്കൊക്കെ മറുപടി കൊടുക്കാൻ വിഷ്ണു പുറത്തിറങ്ങിയേ പറ്റൂ. വിഷ്ണുവിന്റെ നിരപരാധിത്വം തെളിയിച്ച് ഇവന്മാരെയൊക്കെ നിലക്കി നിർത്താൻ അവനെ കൊണ്ടേ കഴിയൂ. അതിനവൻ മറവിൽ നിന്ന് വെളിയിൽ വരണം മോളെ. അതിനുള്ള വഴി അമ്മ ഇപ്പൊ ഞാനും ആലോചിച്ചുകൊണ്ടിരിക്കുന്നെ. കാരണം ശത്രുക്കൾ ഓരോ ദിവസം കൂടുന്തോറും ശക്തരായിക്കൊണ്ടിരിക്കുക. പുതിയ പുതിയ തന്ത്രങ്ങൾ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുക. ഇനി അവർക്ക് മുന്നിൽ പിടിച്ചു നിൽക്കണമെങ്കിൽ നമ്മളും ആ രീതി തന്നെ വരണം. ആ ഇനി നിന്റെ തീരുമാനം എന്താ? നീ പപ്പിയെ കൊണ്ടുപോകുന്നുണ്ടോ? പപ്പിയെ കൊണ്ടുപോകണം അമ്മേ. ഇല്ലെങ്കിൽ ഇന്ന് രോഹിത് അതിന്റെ പേരിലായിരിക്കും വഴക്ക് നടത്തുക. പപ്പി പപ്പി മോളെ വാ, നമുക്ക് വീട്ടിൽ പോവാം. ശ്യാമേ, അവക്ക് അവിടെ നിൽക്കാൻ പേടിയാണെന്നല്ലേ പറയുന്നേ? പേടിച്ച് തന്നെ വളരട്ടെ. എന്നാലേ ജീവിതം എന്താന്നും കുട്ടികളും പഠിക്കും. മോളെ വന്നേ, നമുക്ക് പോവാം. വാ പോവാം. ഞാൻ അവിടേക്ക് വരുന്നില്ലമ്മേ. ഞാൻ ഇവിടെ നിന്നോളാം. സത്യയോടൊപ്പം സ്കൂളിൽ പൊക്കോളാം. വേണ്ട, അവിടെ നിന്റെ അച്ഛൻ നിന്നെ നോക്കിയിരിക്കുക. എനിക്ക് വയ്യ ഇതിന്റെ പേരിൽ ഇനി ചീത്ത കേൾക്കാനായിട്ട്. നീ വാ ഇങ്ങോട്ട്. ശ്യാമേ, ചേച്ചമ്മ പറ, ചേച്ചമ്മ എന്നെ കൊണ്ടുപോയില്ലെന്ന്. ഞാൻ ചേച്ചമ്മയുടെ കൂടെ ഇവിടെ നിന്നോളാം. എന്നെ പറഞ്ഞയക്കല്ലേ ചേച്ചമ്മ. ശ്യാമേ, ഇവള് കുഞ്ഞേച്ചി തടയരുത്. ഞാൻ ഇവളെ കൊണ്ടുപോവാ. ഇല്ലെങ്കിൽ ശരിയാവില്ല. പപ്പിയും കൊണ്ട് ചെന്നില്ലെങ്കിൽ രോഹിത് എങ്ങനെയാ പ്രവർത്തിക്കാന്ന് എനിക്ക് അറിയില്ല.